എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈമുള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തേക്കുന്നു. അതിന് യെസ് എന്ന് രേണു സുധിയും മറുപടി കൊടുത്തിരിക്കുന്നു. നമുക്ക് രേണു സുധി ചെയ്യുന്ന അപരാധത്തിനെ കുറിച്ച്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കുറച്ച് പേര് പ്രതികരിക്കണമെന്നൊക്കെ പറഞ്ഞ് അയച്ചൊരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് സ്വാഭാവികമായിട്ടും 2 ഡയമെൻഷൻ പറയാനുണ്ട്. അതിനകത്ത് ആദ്യമേ തന്നെ പറയട്ടെ, താല്പര്യമുള്ളവർ മാത്രം ഇനി മുന്നോട്ട് കാണുക. എന്നിട്ട് അവസാനം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഇത് വരണ്ട, അത് കരുതിയിട്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് ചില പ്രത്യേക ബോധം നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് കണ്ടിരുന്നാലും അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ട്രിഗർ ആവുന്നൊരു സാഹചര്യം വരും. വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമാധാനം കളയുന്നത്? നിങ്ങളുടെ സമാധാനം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നിങ്ങളുടെ സമാധാനം പോലും നിലനിൽക്കുന്നതെന്നിരിക്കെ അങ്ങനെയുള്ള ആൾക്കാർ ദയവായി ഇത് ഇപ്പം തന്നെ നിർത്തുക, കാണണ്ട, ബാക്കിയുള്ളവർക്ക് കാണാം. ഇനി രേണു സുധിയുടെ എക്സ്ക്ലൂസീവ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. കുറേ അധികം കാണുന്നു ഫേസ്ബുക്കിൻ്റെ അകത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാനും കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തോന്നി. എന്താണെന്നല്ലേ നമുക്ക് ആദ്യം രേണു സുധി തന്നെ എന്ത് പറയുന്നു എന്നുള്ള കാര്യം നമുക്കത് കേൾക്കാം, നോക്കാം. ഹായ്, ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എൻ്റെ ബിസി തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈമുള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈമുള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ, സോ ലവ് യു സോ മച്ച് രേണു സുധി. ലൈക്കാണ്. ഓക്കെ, ഇവിടെ രേണു സുധി പറഞ്ഞത് അവരുടെ എക്സ്ക്ലൂസീവ് സംഭവം സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണ് എക്സ്ക്ലൂസീവ് സബ്സ്ക്രിപ്ഷൻ? ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം, അതോടൊപ്പം തന്നെ എക്സ്, ഇങ്ങനെയുള്ള പലധികം പ്ലാറ്റ്ഫോംസും. എക്സിൻ്റെ അകത്തുള്ള കാര്യമൊന്നും പറയണ്ട, അത് വേറെയാണ്. അവിടുത്തെ എക്സ്ക്ലൂസീവാണ് ശരിക്കും എക്സ്ക്ലൂസീവ്. ഇതിൻ്റെ അകത്തുള്ള എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, നമുക്ക് ഈ ഒരാൾക്ക് എന്ത് വേണോ അയാൾക്ക് വ്യക്തിപരമായിട്ട് മറ്റുള്ളവരെ പേഴ്സണലായിട്ട് കാണിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാം കാണിക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം രേണു സുധി ഈ എക്സ്ക്ലൂസീവ് സംഭവം സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സബ്സ്ക്രിപ്ഷൻ എത്ര പേരുണ്ട് നോക്കട്ടെ. അയ്യോ, സബ്സ്ക്രൈബിനാവുമോ? നമുക്ക് വേണ്ടേ? ഇതിനകത്ത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നില്ല. എനിക്ക് മെമ്പേഴ്സിൻ്റെ കാര്യം അറിയത്തില്ല. മേ ബി ഇത് ഞാൻ ചെയ്തിട്ടില്ല. എനിവേ, അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് ഇവർ തുടങ്ങി എന്നുള്ളതാണ് ഇവരുടെ മേൽ വന്നിരിക്കുന്നൊരു പ്രശ്നം. തുമ്പി എന്ന് പറയുന്നൊരു പെണ്ണെന്ന് പറഞ്ഞ് ഞാൻ അപമാനിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞില്ല, സ്ത്രീ. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ കിരൺ എന്ന് പറയുന്ന കിരൺ റാത്തോഡോ എന്ന് പറയുന്ന നമ്മുടെ ഒരു നടി, അതോടൊപ്പം തന്നെ വേറെ ഒരുപാട് എന്തോ ഒരു സംഭവം നടിമാരും ഒക്കെ ആൾക്കാരെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം കുറേ ആൾക്കാരെ പിന്തുടർന്നുകൊണ്ട് ഇത് സബ്സ്ക്രിപ്ഷൻ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നിരന്തരം ചോദ്യം വരുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കമൻറ്റ് ഇതാണ്: എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തേക്കുന്നു. അതിന് യെസ് എന്ന് രേണു സുധിയും മറുപടി കൊടുത്തിരിക്കുന്നു. നമുക്ക് രേണു സുധി ചെയ്യുന്ന അപരാധത്തിനെ കുറിച്ച് പറഞ്ഞു വരാം. അയാൾ മരിച്ചതിൽ കൂടുതൽ ഹാപ്പിനെസ് ഈ രേണുവിനായിരിക്കും, പാവം ആ ചേട്ടൻ. ചേച്ചി വീഡിയോ അല്ല വീഡിയോ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറയുന്നു. ഇതിനൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്നവരെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ആദ്യം സബ്സ്ക്രൈബ് ചെയ്തത് നീ അല്ലേടാ എന്നൊക്കെ പറയുന്നു. എനിവേ, നമുക്കിനി മെയിൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ രേണു സുധി സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. രേണു സുധി ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ, സ്വകാര്യ രംഗങ്ങളെല്ലാം മറ്റുള്ളവരെ കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കിടപ്പറ ദൃശ്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനുള്ള ശ്രമമായിരിക്കുമല്ലോ പൊതുബോധം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, രേണു സുധി അങ്ങനെ കാണിക്കാൻ തീരുമാനിച്ചു വിചാരിക്കാം. രേണു സുധി ആ കാണിക്കാൻ തീരുമാനിച്ചത് കാണാൻ ശ്രമിക്കുന്ന ആൾക്കാർ എന്ത് പറയണം? ഒരാൾ കാണാൻ ശ്രമിക്കുന്നു, അയാൾ കാണാൻ ശ്രമിക്കുന്ന കാര്യത്തിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ലൈംഗിക അരാജകത്വം പിടിച്ചിട്ടുള്ള, ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആരെങ്കിലും അതിനെ അഡ്രസ്സ് ചെയ്ത് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് വിമർശിക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുന്നതിനെ നമുക്ക് വിമർശിക്കാം. ഓക്കെ, വ്യക്തിഹത്യയല്ല, വിമർശനമാവാം. എന്നാൽ ഇവിടെ ഈ സ്ത്രീ മാത്രമാണോ ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഈ സാധനം ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നും
നമ്മുടെ ഈ സ്വന്തം കൊച്ചി കേരളത്തിൽ നടക്കും എന്താണ് ഓൺലി ഫാൻസിൻ്റെ അകത്ത് അക്കൗണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, സെലിബ്രിറ്റികളാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിയ ഖലീഫ ആരാണെന്ന് പലർക്കും അറിയാം. സണ്ണി ലിയോണി ആരാണെന്ന് നിങ്ങൾക്കറിയാം. സണ്ണി ലിയോണി നിന്നത് ഏത് മേഖലയിലാണ്? സണ്ണി ലിയോണിയെ ഇന്ന് കാണുന്നത് സണ്ണി ചേച്ചി ഉയർ സണ്ണി അക്ക എന്നുള്ള രീതിയിൽ കാണും. എന്നാൽ എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് ഇവിടെ ഇപ്പോഴും രേണുസുതിയിൽ ആരോപിക്കുമ്പോൾ പ്രശ്നം? രേണുസുതി എന്ത് ചെയ്താലും എന്തുകൊണ്ട് ചർച്ചയാവുന്നു? രേണുസുതി മാത്രം എന്തുകൊണ്ട്? ആക്ച്വലി ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഞാൻ ചെയ്യുന്നതൊരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇത് ചെയ്യുന്ന ഒരു കോണ്ടന്റ് വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നേ ഇല്ല. ബിക്കോസ് അരിമേടിക്കാൻ വേണ്ടിയിട്ട് സായി പറഞ്ഞ് കറക്റ്റാണ്, അരിമേടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾക്ക് ഭാഗമായിട്ട് ഡെയിലി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് സോഷ്യൽ മീഡിയക്കകത്ത് മൊത്തം പറ്റും. സോഷ്യൽ മീഡിയക്കകത്തോട്ട് പരന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കോണ്ടന്റ്, നമ്മളെ കാണുന്ന വ്യൂവേഴ്സിന് ആപ്റ്റായിട്ടുള്ള കോണ്ടന്റ് നമുക്ക് കിട്ടാത്ത സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവം, അത് സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഹെയ്റ്റ് കൊണ്ട് മൂടി നിൽക്കുന്ന ഒരാളാകുമ്പോഴേക്കും വളരെ സിംപിളി പിക്ക് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, പെട്ടെന്ന് വായി തോന്നിയത് പറയാം. നമ്മൾ എത്രത്തോളം ഇവരെ വായി തോന്നിയത് പറയുന്നു അത്രത്തോളം ഇവരെ വെറുക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അതല്ലാതെ ഈ രേണുസുതി എന്നുള്ളൊരു പേര് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് രേണുസുതിയോ അല്ലെങ്കിൽ രേണുസുതിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണോ? രേണുസുതിയുടെ പേര് ആരാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? രേണുസുതി എപ്പോഴും സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് പിക്ക് ചെയ്ത് മുമ്പിൽ നിർത്തുന്നതാരാണ്? രേണുസുതിക്ക് ഒരു പറ്റം ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രേണുസുതി ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി ചെയ്യുന്നവർ അപ്പുറത്ത് മാറി നിൽക്കുന്നു. അവരുടെ പേരോ അവരെ കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ വരും എന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ തൊടാതെ ഒരു അബലയായിട്ടുള്ള, ഒരു സാധുവായിട്ടുള്ള, ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ എടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും തിരിച്ച് പറയും അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ ബോധ നിലവാരത്തിൽ നിന്നുകൊണ്ടുള്ള മറുപടികളാണ് പലതും വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അവർക്ക് തിരിച്ച് വീണ്ടും ഹെയ്റ്റ് കിട്ടുന്നതാണ് കാണുന്നത്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ മഹാമാന്യന്മാരെ കുറിച്ച് ആരും എന്താ പറയുന്നത്? ഒരു സ്ത്രീയെ വേശ്യ എന്ന് നമ്മൾ മുദ്ര കുത്തുന്നു, ഒരു സ്ത്രീയെ വെടി എന്ന് പറയുന്നു, ഒരു സ്ത്രീ ഏറ്റവും വൃത്തികെട്ടവളെന്ന് നമ്മൾ പറഞ്ഞ് അപമാനിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ അവളെ കിടക്ക പങ്കിട്ട് അവളുടെ മടിക്കുത്തഴിച്ച് അവളുടെ ശരീരത്തിനെ ഭോഗിക്കുന്നവനെ എന്തുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല? അതെന്താ? ആ ഒരു ഇരട്ടത്താപ്പ് എന്തിനാ? ഒരു സ്ത്രീക്ക് മാത്രമാണുള്ളൂ? ഇവിടെ ഈ രേണുസുതി ചെയ്യുന്ന കാര്യങ്ങളെ ഇതിനെക്കാട്ടിലും നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ എക്സ്ട്രീം ലെവലിൽ ചെയ്യുന്ന ആൾക്കാർ സിനിമാ മേഖല, സീരിയൽ മേഖല, മറ്റ് ഇൻഫ്ലുവൻസർ ലെവലിൽ ടോപ്പ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവരൊക്കെ ഇതിലേക്ക് എത്തിയത്? അവർക്ക് വേറെ തൊഴിലെടുത്ത് ജീവിച്ചൂടെ? അവർക്ക് വേറെ എന്തെങ്കിലും പണിക്ക് വെക്കൂടെ? ഇവർക്ക് മാന്യമായി നടന്നുകൂടെ? നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ മാന്യത പഠിപ്പിക്കാനും മറ്റുള്ളവരെ നല്ല വസ്ത്രം ധരിപ്പിക്കാനും മറ്റുള്ളവരെല്ലാവരും നേർവഴിക്ക് നടത്താനും ഒക്കെ ഉള്ള ശ്രമമാണ്. ഞാൻ ഉറപ്പിച്ച് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പക്കയാണോ? നിങ്ങൾ നല്ലതാണോ? നമ്മൾ കുഞ്ഞുണ്ണി മാഷ് പറയുന്നൊരു കാര്യം, നമ്മൾ വായിച്ചാൽ വളരും, വായിച്ചില്ലയിൽ വളയും എന്നുള്ളൊരു കാര്യമാണ്. അത് വായിച്ചാൽ വിളയും, വായിച്ചില്ലയിൽ വളയും, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. സംഭവം എന്തറിയാമോ? നമ്മൾ ഒരുപാട് നമ്മൾ ഈ ലോകം കാണുകയും സമൂഹത്തിൻ്റെ അകത്തുള്ള മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ച് കൂടുതൽ പഠിക്കും തോറും നമ്മൾ ചെറുതാവുകയോ വലുതാവത്തില്ല. നമ്മൾ ചെറുതാകുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴേക്കുണ്ടല്ലോ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. മറ്റൊരു ഫേസ് വിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ നമ്മളെല്ലാ തെണ്ടിത്തരങ്ങളും എല്ലാ പരിപാടികളും പുറകിലൂടെ നമ്മൾ കാണിക്കും. നമ്മളെല്ലാം കൊണ്ട് പെർഫെക്റ്റാണ്. നമ്മളെ നോബഡി ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടൊക്കെ ഉണ്ടല്ലോ ഏതൊരു വീഡിയോയുടെ മുമ്പ് വരുന്നത്, എല്ലാവരും എല്ലാം കാണൂടെ? ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന മൂവി ഏതാണ്? ഹോളിവുഡ് മൂവി അല്ല, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതെല്ലാം കാണുന്നവരെ കുറിച്ച് എന്താ പറയാ? സോ ഗൈസ്, രേണുസുതി എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് പേരുടെ വരുമാന മാർഗ്ഗമാണ്. ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം, രേണുസുതി എന്നുള്ളൊരു പേര് വരുമാന മാർഗ്ഗമാണ്. അതിന് അറിഞ്ഞോ അറിയാതെയോ സുധിച്ചേട്ടൻ്റെ ഒരു പേര് വരുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ രേണുസുതിയെ വിമർശിക്കേണ്ട കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ്ലി ചില ഘട്ടങ്ങളിൽ സമയങ്ങളിൽ അവരെ വിമർശിക്കേണ്ടത് തോന്നും. കാരണം അതാ ഞാൻ പറഞ്ഞ അവരുടെ ഈ നിലവാരത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിലവാരം മീൻസ് എന്താണ്? അവർക്ക് ഒരു കാര്യങ്ങളെ നമ്മളിപ്പം മറ്റുള്ള സാധാരണ ഇത്തിരി വിദ്യാഭ്യാസവും മറ്റുള്ള ലോക പരിചയമുള്ള ആൾക്കാർ പെരുമാറുന്ന രീതിയിലായിരിക്കത്തില്ല രേണുസുതി പല സമയങ്ങളിൽ പെരുമാറുന്നത്. അതാണ് മഞ്ജു പത്രോസ് ഇടയ്ക്ക് വിമർശിച്ചൊരു കാര്യം. അതായത് ഒരു വട എന്നുള്ളൊരു കാര്യം, അതിനെക്കുറിച്ച് അഥവാ നമ്മുടെ ശരീരഭാഗത്തിനെ കുറിച്ച് ലൈംഗിക ചുവയോട് സംസാരിക്കാനോ അതിനെ മോശമാക്കി മറ്റുള്ളവരെ കാണിക്കാനോ പാടില്ല എന്നിരിക്കെ അതിനെ നമ്മൾ വീണ്ടും വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ ശബരിമലല്ലോ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് ഈ ശരീരം കുനിഞ്ഞു നിൽക്കുന്നതും മറ്റേ പൊക്കളും മറ്റതും മറിച്ചതും പിൻഭാഗമൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്, ഇതൊക്കെ പലരും വിളിച്ചു വരുത്തിയിട്ട് ചെയ്ത കാര്യമൊക്കെയാണ്.
അതുകൊണ്ട് ഈ രേണുസുതി എന്നുള്ളൊരു വ്യക്തി ഇതെല്ലാം പ്രകടമായിട്ട് പച്ചയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കുന്നു. എന്നാൽ ബാക്കി പലരും ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി കാണിച്ചും ഞാൻ അവിടെ ഇവിടെയും കാണിച്ചും ഒക്കെ ചെയ്യുന്നു. നമുക്ക് പറയാം, ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. ഈ സാധനങ്ങൾ കാണാൻ ആൾക്കാരോട് ഉണ്ട്, ഇതെല്ലാം കണ്ടതിന് ശേഷം കുറ്റവും പറയും. ന്യായമാണോ? രേണുസുതിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ വേണ്ടെന്ന് എന്താ ആൾക്കാർ വെക്കാത്ത? രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അവരത് കാണാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം അകത്ത് പോയി കണ്ടതിന് ശേഷം എന്നൊക്കെ പറയുന്ന കുറ്റം പറയുന്നവരെ അവരെക്കുറിച്ച് എന്താ പറയാത്തെ? അവരെന്ത് ഇന്റൻഷനിലാണ് പോയിട്ട് അത് എടുക്കുന്നത്? രേണുസുതിക്ക് എന്തുണ്ടെന്നുള്ളതോ? ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നത് എല്ലാവർക്കും കാണും. അവർക്ക് ഏതൊക്കെ കാണിക്കണ്ട. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. ഈ നമ്മുടെ ലൈംഗിക അരാജകത്വവും ലൈംഗിക ദാരിദ്ര്യവും നിലനിൽക്കുന്ന സ്ഥലം, ഇതിനകത്ത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഈ റെഡ് സ്ട്രീറ്റ് ഉണ്ട്. ആ തെരുവുകളിൽ പുരുഷന്മാർ പോകാറുമുണ്ട്, അവരുടെ പല സ്ത്രീകളെയും ഭോഗിക്കാറുണ്ട്. ഇവിടെ നിന്ന് തായ്ലാൻഡ്, പട്ടായ, മറ്റത് മറിച്ച് പല സ്ഥലങ്ങളിലും ഒക്കെ പോകാറുണ്ട്. അവിടെ ഈ സ്ത്രീകളെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് വന്ന് വളരെ മാന്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നാട്ടിലും പകൽ വെളിച്ചത്തിൽ മാന്യതയും ഇരുട്ടിൻ്റെ മറവിൽ മറ്റു പലതും കാണിക്കുകയും ചെയ്യുന്ന മഹാമാന്യന്മാരും ഉണ്ട്. ഇവരെല്ലാവരും ഈ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്യുന്നെങ്കിൽ കൊലപാതകം ചെയ്തവനും കൊലയ്ക്ക് പ്രേരിപ്പിച്ചവനും ഒരുപോലെ കുറ്റക്കാരാണ്. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്ന സമയത്ത് ചെന്ന് കാണാൻ വേണ്ടി നിൽക്കുന്നവരെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ഇരട്ടത്താപ്പ്. ഒരാളെ കിട്ടി, അയാളെ പരമാവധി കൊല്ലാക്കൊല ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കുറച്ചു കാലത്തിന് മുമ്പേ പറഞ്ഞിരുന്നു, രേണുസുതിയെ വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. രേണുസുതിയെ ഇന്നിപ്പോൾ ഈ വിമർശിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഉപകാരപ്പെടുന്നതല്ലാതെ അവരൊക്കെ ഒരിക്കലും ഇതൊന്നും ഇനി നെഗറ്റീവായിട്ട് കേൾക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അവരോടുള്ള വെറുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയാം, മറ്റൊരാളോടുള്ള വെറുപ്പ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളർത്തി ഓവർ തിങ്ക് ചെയ്ത് അയാളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ നല്ല സമയം നശിപ്പിച്ച് നിങ്ങൾ വെറുതെ എന്തിനാണ് ഈ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാനേ ഉള്ളൂ. അല്ലാതെ അവരുടെ പേര് വെച്ചിട്ട് ഇപ്പം ഞാൻ വീഡിയോ ചെയ്തിരുന്നാലും മറ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലാത്തവരൊക്കെ വീഡിയോ ചെയ്തിരുന്നാലും അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടിരുന്നാലും അതിൻ്റെ താഴെ നിങ്ങൾ ഹെയ്റ്റ് കമൻറ്റ് ഇട്ടും നിങ്ങളത് ഷെയർ ചെയ്തും നിങ്ങളതിനകത്ത് അത് കണ്ടിട്ട് നിങ്ങൾ ആശ്വസിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് അതുകൊണ്ട് പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ. ആ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അവരുടെ പേര് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവരെ വെച്ച് കോണ്ടന്റ് ആക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും അവരോട് യാതൊരു വിധ വെറുപ്പും ഉറപ്പായിട്ടും കാണത്തില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. രേണുസുതി ചെയ്യുന്നതും ഇതിനെ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അവരവരുടെ വഴിക്ക് പോകുന്നു, അവരെ വഴിക്ക് വിട്ടോ, അവരെ വഴിക്ക് പുറകെ പോകാതിരിക്കണ്ട, ആരും പോണ്ട. ആ പോകാതിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവരുടെ ആ പേരില്ല. അതുപോലെ നൂറുകണക്കിന് ആളുണ്ടെന്ന്. പൂനം ബജുവ ഒരു നടിയാണ്, നമ്മുടെ മലയാള സിനിമയിൽ അടക്കം വന്നിട്ടുള്ള നടിയാണ്. പൂനം ബജുവെ തമിഴ് നടിയൊക്കെയാണ്. പൂനം ബജുവയുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പേരുകൾ ഞാൻ ഒരുപാട് പറഞ്ഞുതരാം. പല സെലിബ്രിറ്റീസും അവരുടെ ടോപ്പ് സ്റ്റാറ്റസിൽ നിന്നിട്ട് സത്യം പറഞ്ഞ സിനിമയിലുള്ള അവസരങ്ങളും മറ്റു പല സംഭവങ്ങളും അതിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവർക്ക് സിനിമയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അവർക്ക് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാവും. പുറത്തിറങ്ങുന്ന സമയത്ത് സമൂഹത്തിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, എൻ്റെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ. അതുപോലെ തന്നെ അവർക്ക് നമ്മളെപ്പോലെ ഓട്ടോറിക്ഷയിൽ പോയി ചുമ്മാ നടക്കാനും പറ്റത്തില്ല. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഒരു സമയത്ത് ഒരു താരപ്രഭയിൽ എത്തിയതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ജീവിക്കണമെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ ശരീരം പങ്കിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പരിപാടി, അതിനെ ഞാൻ ഒരിക്കലും ആ ജോലി ചെയ്യുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല, അങ്ങനെയല്ല പോകുന്നത്. പകരം അവർ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ശരീരം, ഇപ്പം നിങ്ങൾ ഈ മസാല സിനിമ നമ്മുടെ സിനിമകളിലെ സർട്ടിഫിക്കേഷനുള്ള പല സിനിമകളുടെ അകത്തും കാണിക്കുന്ന രംഗങ്ങളുടെ അത്ര പോലും ഇവരൊന്നും കാണിക്കുന്നില്ല. നേവൽ കാണിക്കും, ചിലപ്പോൾ ക്ലിവേജ് കാണിക്കും, ചിലപ്പോൾ ഈ ആംബിറ്റ് കാണിക്കും. ഇതിനൊക്കെ ഫാൻസ് ഉണ്ടെന്നുള്ളതാണ്. അങ്ങോട്ട് തിരിയുന്നത് ഇങ്ങോട്ട് തിരിയുന്നതും ആ ശരീരത്തിൻ്റെ ഭാഗം ഇവിടുത്തെ ഭാഗം ഞാൻ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മുടെ ചിന്തയിൽ പോലില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ചില ആൾക്കാർക്ക് അതിനോടൊക്കെ ഈ അഭിനിവേശം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കരമായിട്ടാണ് ആ ഒരു ഒബ്സഷൻ കിടക്കുന്ന പലർക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സംഭവങ്ങളെ ഇവരുപയോഗിക്കുന്നു, അഥവാ ലൈംഗിക ദാരിദ്ര്യത്തിന് ഉപയോഗിച്ച് ഒരു പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. അവരെ വിധിക്കാൻ നമ്മളാരും ആളല്ല എന്നുള്ളതാണ് ഇവിടെ കഴിയുന്നു. ഞാനിത്രേ പറയുന്നുള്ളൂ, അവരെ പാടായെന്നേ, അവർ ജീവിക്കട്ടെ. ഇവിടെ സതി സിസ്റ്റം നിലനിൽക്കുന്നുണ്ടല്ലോ, സുധി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അവരുടെ പേര് മാറ്റേണ്ടെന്ന് അവർ തീരുമാനിക്കട്ടെ. എന്തായാലും അവരുടെ വയറ്റിൻ്റെ അത് ജനിച്ച കൊച്ചി ഈ സുധീരതാണല്ലോ. അദ്ദേഹത്തിൻ്റെ സുധി, നമ്മുടെ മറ്റേ പയ്യനും എന്താണ് കിച്ചും അവർ ഉണ്ടല്ലോ, കൂടെ ഉണ്ടല്ലോ. അവർ ജീവിച്ചു പോട്ടടേ. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇതാണോ ഏറ്റവും വലിയ പ്രശ്നം? സോ ഗൈസ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കാത്തവർക്ക് വേണമെങ്കിൽ എന്നെ തെറി വിളിക്കാം. മുപ്പൻ മറ്റവളെ പൊക്കിക്കൊണ്ടുവന്നു.
നിങ്ങൾ പറഞ്ഞു, കാരണം ഇത് എന്നെ എത്ര ബാധിക്കുമോ ബാധിക്കില്ലെന്നുള്ളത് എന്നെ അറിയുന്നവർക്കറിയാം. സോ ഗൈസ്, അവരവരെ വഴിക്ക് വിടുന്നേ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.